Next topic is string. അപ്പോൾ string എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എൻ array of characters. array of charactersനെയാണ് നമ്മൾ string എന്ന് പറയുന്നത്. അപ്പോൾ array of charactersനെയാണ് string എന്ന് പറയുന്നത്. അതൊരു ലിറ്ററൽ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ കോട്ട്സിലായിരിക്കും. അതൊരു ലിറ്ററൽ സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡീലിമിറ്റഡ് വിത്ത് ഡബിൾ കോട്ട്സ്. ഇനി സ്ട്രിങ്ങിനകത്ത് നോൺ പ്രിൻറ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. നോൺ പ്രിൻറ്റിംഗ് ക്യാരക്ടേഴ്സ്, ഈ നോൺ പ്രിൻറ്റിംഗ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. എസ്കേപ്പ് സീക്വൻസിന് എക്സാമ്പിളാണ് /n, /t എക്സെട്ര. ദെൻ റെഗുലർ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷൻസ് ആർ പാറ്റേൺസ്. റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറ്റേൺ ആണ് വിച്ച് ഈസ് യൂസ്ഡ് ടു മാച്ച് ക്യാരക്ടർ കോമ്പിനേഷൻസ് ഇൻ സ്ട്രിങ്സ്. Regular expressions are patterns used to match character combinations in strings. അതായത് ഒരു സ്ട്രിങ്ങിൻ്റെ ഒരു സ്ട്രിങ്ങിൻ്റെ ഒരു പാറ്റേൺ ആണത്. അപ്പോൾ റെഗുലർ എക്സ്പ്രഷൻസ് ആർ പാറ്റേൺ യൂസ് ടു മാച്ച് ക്യാരക്ടർ കോമ്പിനേഷൻസ് ഇൻ സ്ട്രിങ്സ്. നിങ്ങൾക്ക് റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺ എന്താണെന്നൊക്കെ നിങ്ങൾ കമ്പാരിറ്റീവ് ഡിസൈനിൽ കണ്ടിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇസ് സെറ്റ്. സെറ്റ് മീൻസ് an unordered collection of an arbitrary number of distinct values. നിങ്ങൾ മാത്സിൽ നിങ്ങൾ സെറ്റ് നൊട്ടേഷൻസ് പഠിച്ചിട്ടുണ്ട്, അതേ സംഭവം തന്നെയാണ് ഇവിടെ. അപ്പോൾ സെറ്റ് നമുക്ക് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാത്തമെറ്റിക്കൽ നൊട്ടേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പാസ്കൽ. പാസ്കലാണ് നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആദ്യമായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. The type form which the elements of a set are drawn is known as base or universe type. Then Pascal supports union, intersection and difference operation. In a set of characters, icon support set of characters. A set of characters neയാണ് നമ്മൾ C sets എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് ടൈപ്പിലുള്ള എല്ലാ സെറ്റ്സും C sets ആവണമെന്നില്ല. നെക്സ്റ്റ് ഇസ് ലിസ്റ്റ്. അപ്പോൾ ML എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ML എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ലിസ്റ്റ് മിക്കവാറും യൂസ് ചെയ്യുന്ന ഇംപറേറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലാണ്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് എ ചെയിൻ ഓഫ് ബ്ലോക്സ് ഓഫ് വിച്ച് കണ്ടെയ്ൻസ് ആൻ എലമെൻറ്റ് ആൻഡ് എ പോയിന്റർ ടു ദി നെക്സ്റ്റ് ബ്ലോക്ക്. ചെയിൻ ഓഫ് ബ്ലോക്കിൽ ഒരു ഇൻഡിവിജ്വൽ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ആൻ എലമെൻറ്റ് ആൻഡ് എ പോയിന്റർ ടു ദി നെക്സ്റ്റ് ബ്ലോക്ക്. അപ്പോൾ ML ലിസ്റ്റിൻ്റെ നൊട്ടേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി യൂഷ്വലി ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് വിത്ത് എലമെൻറ്റ്സ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഉണ്ടോ, ഇതിനകത്ത് ലിസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ലിസ്റ്റ് ഇസ് എൻക്ലോസ്ഡ് ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് ആൻഡ് എലമെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ്. ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചെയിൻ ഓഫ് ബ്ലോക്സ് ആണെന്ന് പറഞ്ഞു അല്ലേ, ചെയിൻ ഓഫ് ബ്ലോക്സ്. ആ ബ്ലോക്സിനെ പറയുന്ന പേരാണ് കോൺസെൽസ്. അപ്പോൾ കോൺസെൽ അതായത് ഒരു ബ്ലോക്ക്, ലിസ്റ്റിലുള്ള ഒരു ബ്ലോക്ക് അഥവാ ഒരു കോൺസെൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 പോയിന്റേഴ്സ് കാണും. ദർ വിൽ ബി 2 പോയിന്റേഴ്സ്. 2 പോയിന്റേഴ്സ് പറഞ്ഞാൽ ഒന്ന് CAR ആയിരിക്കും, നെക്സ്റ്റ് വൺ ഇസ് CDR. CAR യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ലിസ്റ്റിലുള്ള ഹെഡ് എലമെന്റ്സ് ആയിരിക്കും, അതായത് ലിസ്റ്റിലുള്ള സ്റ്റാർട്ടിങ് എലമെന്റിനെ ആയിരിക്കും. CDR റെപ്രസെന്റ് ചെയ്യുന്നത് ആ ലിസ്റ്റിലുള്ള റിമൈനിങ് എലമെന്റ്സ്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ABCD ഉണ്ട്. അപ്പോൾ CARന്റെ വാല്യൂ എന്ന് പറയുന്നത് A ആണ്. CDR എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈനിങ് എലമെന്റ്സ് ആണ്. CAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിസ്റ്റിലുള്ള ഫസ്റ്റ് എലമെന്റ് ആയ A. CDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് എലമെന്റ് ഒഴിച്ചിട്ട് വരുന്ന റിമൈനിങ് എലമെന്റ്സ് ആയ BCD. മനസ്സിലായോ? ദെൻ ലിസ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്തുണ്ട്? ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, MLലും ലിസ്റ്റ് ഉണ്ട്. ML എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ലിസ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ലിസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ലിസ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ലിസ്റ്റിൽ സ്ക്വയർ ബ്രാക്കറ്റ്സ് അല്ല, വി ആർ യൂസിങ് പാരന്തീസിസ്. ML നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തു, ലിസ്പിൽ നമ്മൾ പാരന്തീസിസ് ആണ് യൂസ് ചെയ്യുന്നത്. ML സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ്, പക്ഷേ എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ്.
ലിസ്പിന്റെ ലിസ്റ്റ് കൺസെപ്റ്റിൽ എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ വൈറ്റ് സ്പേസ്. എക്സാമ്പിൾ ഉണ്ടല്ലോ, എ ബി സി ഡി. ഓക്കെ, ലിസ്റ്റ് തന്നെ പ്രോപ്പർ ലിസ്റ്റും ഉണ്ട്, ഇംപ്രോപ്പർ ലിസ്റ്റും ഉണ്ട്. പ്രോപ്പർ ലിസ്റ്റും ഉണ്ട്, ഇംപ്രോപ്പർ ലിസ്റ്റും ഉണ്ട്. പ്രോപ്പർ ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഹൂസ് ഇന്നർമോസ്റ്റ് പെയർ കൺസിസ്റ്റ് ഓഫ് എ ഫൈനൽ എലമെന്റ് ആൻഡ് ആൻ എംപ്റ്റി ലിസ്റ്റ്. അപ്പോൾ പ്രോപ്പർ ലിസ്റ്റിൽ ഔട്ട്പുട്ടിൽ എന്താ കാണും? ഫൈനൽ എലമെന്റും കാണും, എംപ്റ്റി ലിസ്റ്റും കാണും. ഇംപ്രോപ്പർ ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹൂസ് ഫൈനൽ പെയർ കണ്ടെയ്ൻസ് 2 elements. ഇറ്റ് വിൽ കണ്ടെയ്ൻസ് ഓൺലി 2 elements. ഇനി വേറൊരു നൊട്ടേഷൻ ആണ് ഡോട്ടഡ് ലിസ്റ്റ് നൊട്ടേഷൻ. ഡോട്ടഡ് ലിസ്റ്റ് നൊട്ടേഷൻ പ്രോപ്പർ ലിസ്റ്റിനും ഉണ്ട്, ഇംപ്രോപ്പർ ലിസ്റ്റിനും ഉണ്ട്. ഡോട്ടഡ് ലിസ്റ്റ് നൊട്ടേഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ബ്രാക്കറ്റിൽ എ ഡോട്ട് ബി ഡോട്ട് സി ഡോട്ട് ഡി ഡോട്ട് നൾ ഇസ് ഇക്വലന്റ് ടു എ ബി സി ഡി. ഓക്കെ, എക്സാമ്പിൾ നോക്കാം ലിസ്റ്റിന്റെ. കോൺസ് എ ബി. അപ്പൊ കോൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് എ ബ്ലോക്ക് ഇൻ എ ചെയിൻ. ആ ബ്ലോക്ക് ഇൻ എ ചെയിൻ ആണ്. ആ ബ്ലോക്കിൽ 2 pointers ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഔട്ട്പുട്ടിൽ എന്തൊക്കെ കാണും? എയും ഉണ്ട്, ബിയും ഉണ്ട്. നെക്സ്റ്റ് സി എ ആർ. സി എ ആർ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി എ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിസ്റ്റിലുള്ള ഫസ്റ്റ് എലമെന്റിനെ മാത്രമേ നമുക്ക് തരത്തുള്ളൂ. ഫസ്റ്റ് എലമെന്റ് ഇസ് എ. സി ഡി ആർ മീൻസ് ഫസ്റ്റ് എലമെന്റ് ഒഴിച്ചിട്ടുള്ള റിമൈനിങ് എലമെന്റ്സിനെ ആയിരിക്കും നമുക്ക് തരിക. ദാറ്റ് ഇസ് ബി സി. ഓക്കെ, സി എ ആർ നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും തരാനായിട്ടില്ല. ജസ്റ്റ് ഔട്ട്പുട്ട് വിൽ ബി ക്വസ്റ്റ്യൻ മാർക്ക്. സി ഡി ആർ നില്ലിലും ഔട്ട്പുട്ട് വിൽ ബി ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക്. ദെൻ അപ്പൻഡ്. അപ്പൻഡ് മീൻസ് ജോയിനിങ് എ ബി സി ഡി ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി എ ബി സി ഡി. അപ്പോൾ ഈ ലിസ്റ്റിന്റെ ഡിഫറെന്റ് നൊട്ടേഷൻസ് ആണ് ഇൻ ലിസ്പ് ലാംഗ്വേജ് ആണ് നമ്മൾ ഈ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ML എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ ലിസ്റ്റിന്റെ നൊട്ടേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. A double colon B, it will return AB. HD AB, it will return only the output will be the first element only. HD square brackets ഒന്നുമില്ല, അപ്പം നള്ളാണ്. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ റൺ ടൈം എക്സെപ്ഷൻ. ദെൻ ഇത് അപ്പൻഡിന് ഇക്വലന്റ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റിൽ എ ബി അറ്റ് സ്ക്വയർ സി ഡി, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സി ഡി. ദ ഔട്ട്പുട്ട് വിൽ ബി എ ബി സി ഡി. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടത് ML പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ലിസ്റ്റിന്റെ ഡിഫറെന്റ് നൊട്ടേഷൻസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഫയൽസ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഫസ്റ്റ് വൺ ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട്. ഇപ്പോൾ വാല്യൂസ് റീഡ് ചെയ്യാനായിട്ട് ഇൻപുട്ടും വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് വി ആർ യൂസിങ് ഔട്ട്പുട്ട് ഫെസിലിറ്റീസ്. ഓക്കെ, ദാറ്റ് ഇസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫെസിലിറ്റി ഓർ ഇൻട്രാക്റ്റീവ് IO. നമുക്ക് ഫയലിലേക്ക് ഡേറ്റിനെ റൈറ്റ് ചെയ്യാം, ഫയലിൽ നിന്ന് നമുക്ക് ഡേറ്റിനെ റീഡ് ചെയ്യാം. ദാറ്റ് ഇസ് IO വിത്ത് ഫയൽസ്. അപ്പോൾ ഫയൽസ് രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, ടെമ്പററി ഫയൽ ആൻഡ് പെർസിസ്റ്റന്റ് ഫയൽ. ടെമ്പററി ഫയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽസ് എക്സിസ്റ്റ് ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് എ സിംഗിൾ പ്രോഗ്രാം റൺ. ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന ടൈമിൽ മാത്രമായിരിക്കും ആ ഒരു ടെമ്പററി ഫയൽസ് നമ്മൾ യൂസ് ചെയ്യുക. ആ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ എൻഡിൽ പിന്നെ നമുക്ക് ആ ഒരു ഫയൽ വേണ്ടി വരില്ല. ഇപ്പം നമ്മൾ ഒരു പ്രോഗ്രാം എക്സിക്യൂഷന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ കറൻ്റ്ലി ഏത് പ്രോഗ്രാമാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ പ്രോഗ്രാമിനെ നമ്മൾ മെയിൻ മെമ്മറിയിൽ കൊണ്ടുവന്നിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂഷൻ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മെയിൻ മെമ്മറിയിൽ നിന്ന് അതിനെ എടുത്ത് സ്വാപ്പ് ഔട്ട് ചെയ്യും. ദാറ്റ് ഇസ് ടെമ്പററി ഫയൽസ്. പെർസിസ്റ്റന്റ് ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂഷൻ കഴിഞ്ഞാലും പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാലും നമുക്ക് ആ ഫയല് പിന്നീട് വേണ്ടി വരും. അതായത് persistent files allows a program to read data that existed before the program began running and to write data that will continue to exist after the program has ended. അതായത് പ്രോഗ്രാം എക്സിക്യൂഷന് ശേഷവും നമ്മൾക്ക് ആ ഫയൽ കണ്ടിന്യൂസ്ലി അത് വീണ്ടും വേണ്ടി വരും. അതായത് അതിനെ നമ്മൾ മെമ്മറിയിൽ നിന്ന് അതിനെ സ്വാപ്പ് ഔട്ട് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് പെർസിസ്റ്റന്റ് ഫയൽ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനെ നമുക്കൊരു പെർസിസ്റ്റന്റ് ഫയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനെ നമുക്ക് ടെമ്പററി ഫയൽസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് വേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു പെർസിസ്റ്റന്റ് ഫയലാണ്. ആ സമയത്ത് നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമ്മൾ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ഫയൽ ഞാൻ ഓപ്പൺ ചെയ്തു, എൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തു, പിന്നെ അത് വേണ്ട. ദാറ്റ് ഇസ് ടെമ്പററി ഫയൽസ്. Next topic is equality testing and assignment. Equality testing is used for
സ്കേലാർ ക്വാണ്ടിറ്റീസ്. ഇക്വാളിറ്റി ടെസ്റ്റിങ്ങിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏലിയാസസ് പോയിന്റേഴ്സിൽ നമ്മൾ ഏലിയാസിങ് വരും, ഏലിയാസ് കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് ഇക്വാളിറ്റി അല്ലെ ടെസ്റ്റിംഗ് അസൈൻമെൻറ്റ്സിനകത്ത് വരുന്നതാണ്. ഇപ്പോൾ എസും ടിയും എന്താണ് സെയിം മെമ്മറി സ്പേസ് ആണ് ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഇക്വാളിറ്റി. ദെൻ എസിലും ടിയിലുമുള്ള അസൈൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ സീക്വൻസ് സെയിം ആണ്. ഇപ്പോൾ എസിലും മലയാളം എന്നാണ്, ടിക്ക് അസൈൻ ചെയ്തിരിക്കുന്ന സ്ട്രിങ് മലയാളം എന്നാണ്. ദെൻ that is also an example for equality testing and assignment. Then എസും ടിയും പ്രിന്റ് ചെയ്യുന്ന സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ that is also equality testing and assignment. Then deep and shallow comparison. Shallow comparison എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ both the expression refers to the same object. Both the expressions are referring to the same object. Then deep comparison. Deep comparison എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ expression refers to object but that are equal in content. Expression refers to object that are equal in content. അതായത് ആ ഒരു എക്സ്പ്രഷൻ, അതായത് എന്താണ് അതിനകത്തുള്ള വാല്യൂ ഷുഡ് ബി സെയിം. ഇനി നമുക്ക് എന്താണ് പൈതൺ, ലിസ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലുള്ള ചില കമ്പാരിസൺ സ്കീംസ് നമുക്ക് നോക്കാം. ഇക്വാളിറ്റി ടെസ്റ്റിംഗ് സ്കീംസ് നോക്കാം. ED (AB). That means A and B refers to the same object. EQV (AB). That is A and B are known to be semantically equivalent. Equal (AB). Do A and B have the same recursive structure? So, ഇതാണ് എന്ത് equality testing and assignments.